ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടൊരു ബീഫ് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ബീഫ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പിലിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കണം. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ആദ്യം നമുക്ക് ഈ ബീഫെല്ലാം ഒന്ന് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കണം. എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ ആദ്യം കറിവേപ്പില, അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് കോരി മാറ്റി വെക്കണം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല, കുറച്ച് ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചക്കുത്ത് മാറി ഒന്ന് മൂത്ത് വരുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ വിനാഗിരി, ആവശ്യത്തിനുള്ള വിനാഗിരി എത്രയാണോ നമുക്ക് ചാറ് വേണ്ടത് അതനുസരിച്ചുള്ള വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് പിക്കിളാണിത്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.